എറണാകുളം ജില്ലയിൽ കടമക്കുടി എന്ന് പറയുന്ന ഒരു ഐലൻഡിലാണ് ഞാൻ നിൽക്കുന്നത്. നല്ല മനോഹരമായിട്ടുള്ള ഒരു സ്ഥലം. പ്രകൃതി മനോഹര കാഴ്ചകൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ നാച്ചുറലായിട്ട് എറണാകുളം സിറ്റിയുടെ സെൻട്രലായിട്ടുള്ള ഒരു ഭാഗമാണ്. ഒരുപാട് പേർക്കറിയാം, എന്നാൽ ഒരുപാട് പേർക്ക് അറിയില്ല. അത്രയ്ക്കും അടിപൊളിയായിട്ടുള്ള ഒരു അടിപൊളി സ്ഥലമാണ് കടമക്കുടി. ഞാൻ വേറൊരു പരിപാടിയും കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ കടമക്കുടിയിൽ എത്തിയത്. ജസ്റ്റ് ഒന്ന് വന്നതാണ്. ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് എനിക്കൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഇപ്പോൾ 6 മണിയൊക്കെ കഴിഞ്ഞു. എന്തായാലും കടമക്കുടി എന്ന് കേട്ടിട്ടേ ഉള്ളൂ. കുറേ നാളുകൊണ്ട് വിചാരിക്കുന്നു ഇങ്ങോട്ടൊന്ന് വരണമെന്നുള്ളത്. അപ്പോൾ ഇന്ന് പറ്റിയെന്നുള്ളതാണ്. എന്തായാലും ഇവിടുത്തെ അടിപൊളി സ്ഥലങ്ങൾ, കുറച്ച് ആൾക്കാർ മെയിനായിട്ട് വരുന്ന സ്പോട്ടുകളുണ്ട്. അപ്പോൾ ആ 1-2 സ്ഥലങ്ങൾ കൂടി പരിചയപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഈ വിശേഷങ്ങൾ കാണാം. വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത്. ഈ സ്ഥലത്തിൻ്റെ പേരാണ് കടമക്കുടി ഐലൻഡ്. വളരെ നാച്ചുറലായിട്ടുള്ള ഒരു ദ്വീപ സമുച്ചയമാണ്. എവിടെ തിരിഞ്ഞാലും പച്ചപ്പും കായലുകളും സംഭവങ്ങളും വെള്ളങ്ങളൊക്കെ ഇങ്ങനെ നിറഞ്ഞിടക്കുന്ന ഒരു അടിപൊളി ഒരു സ്ഥലം. ഈ വരെങ്കിലും ഒരു ചേട്ടൻ ഇവിടെ നിന്ന് ചൂണ്ടയിടാണ്. ഇവിടുത്തെ സ്ഥിരം പരിപാടിയാണ് അവരെ. ഒരു രസം. ഇപ്പം വേലിയേറ്റം ചേട്ടൻ പറയുന്നത്. വേലിയേറ്റം എന്ന് പറഞ്ഞാൽ വെള്ളം കണ്ടോ, ഇങ്ങനെ കടലിൽ നിന്ന് ഇങ്ങോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഓട്ടോമാറ്റിക് ഇതിൽ പല സംഭവങ്ങളും നടക്കും. ഒരുപാട് ഫിഷും കാര്യങ്ങളൊക്കെ കയറി വരുന്ന ടൈമായിരിക്കും. എവിടെ ഫ്രെയിം തിരിച്ചാലും മനോഹരമായിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ കാണാൻ പറ്റും. ഇവിടുത്തെ റോഡൊക്കെ അടിപൊളിയാക്കിയിട്ടുണ്ട്. നേരത്തെ കാട്ടി നല്ല ഭംഗിയായിട്ടുണ്ടെന്നാണ് ഇപ്പോൾ ഇവിടുത്തെ ആൾക്കാരൊക്കെ പറയുന്നത്. വേറൊരു പ്രോഗ്രാം കഴിഞ്ഞ് ഇവിടെ വന്നപ്പോൾ കുറച്ച് താമസിച്ചു പോയി. എന്നാലും കടമക്കുടി ഞാൻ കണ്ടുപിടിച്ചെത്തി. 1-2 ബസ്സുകളൊക്കെ കയറിയിട്ടാണ് ഞാനിവിടെ എത്തിയത്. പല സ്ഥലങ്ങളിലായിട്ട് റിസോർട്ടുകളും അതുപോലെ തന്നെ വീടുകളും പിന്നെ പ്രൈവറ്റ് ഫെറികളും അങ്ങനെ എല്ലാം ഇവിടെ ഉണ്ട്. ഫാമിലിയായിട്ടൊക്കെ നല്ല രീതിയിൽ ആഘോഷിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് നമ്മൾ ഈ കാണുന്ന കടമക്കുടി ഐലൻഡ് എന്ന് പറയുന്നത്. ഇതുവഴി KSRTC ബസ് സർവീസ് ഉണ്ട്, പ്രൈവറ്റ് ബസ്സുണ്ട്. പക്ഷേ കുറച്ച് ടൈറ്റായിട്ടാണ് ബസ് സർവീസൊക്കെ നടക്കുന്നത്. അതിനെക്കൊണ്ട് എപ്പോഴും ബസ് കിട്ടത്തില്ല. പിന്നെ ഇവിടെ കൂടുതലും ആൾക്കാർ സ്വന്തം വാഹനങ്ങളിലാണ് വരുന്നത്. അത് കൂടുതലായിട്ടും വരുന്ന എറണാകുളം പരിസര പ്രദേശങ്ങളിലുള്ള ആൾക്കാരൊക്കെ തന്നെയാണ്. ഇവിടെ വേറൊരു പോയിൻ്റ് ഉണ്ട്. അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരുപാട് കാറുകൾ വാഹനങ്ങളൊക്കെ നിർത്തിയിട്ടിരിക്കുന്നതാണ്. അതൊരു വ്യൂ പോയിൻ്റ് എന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും ഇതൊരു സന്ധ്യ സമയത്തുള്ള വ്യൂ ആണ്. കുറച്ചുകൂടെയൊക്കെ നേരത്തെ വരികയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെയൊക്കെ ബെറ്റർ ആയിരിക്കും. ഇവിടെയൊക്കെ എങ്ങനെ ഇരിക്കാം, ചൂണ്ടയിടാനൊക്കെ താല്പര്യമുള്ളവർക്ക് പറ്റി ഒരുപാട് സംഭവങ്ങളിവിടെ നടക്കും. നമ്മളീ കാണുന്ന വാഹനങ്ങളിൽ പോകുന്നവരൊന്നും ഇവിടെ ഉള്ളവരല്ല. ഇതൊക്കെ വിസിറ്റ് ചെയ്യാൻ വേണ്ടി വന്നിട്ട് കറങ്ങി അടിച്ച് പോകുന്നവരാണ്. ഇവിടെ ഉള്ള ആൾക്കാർ താമസിക്കുന്നതൊക്കെ വളരെ കുറവാണ്. ഒരുപാട് ആൾക്കാരൊന്നും ഇവിടെ താമസമില്ല. പക്ഷേ വെളിയിൽ നിന്നുള്ള ഒരുപാട് ആൾക്കാർ വരുന്നു. ഇവിടെ വരുന്നവർക്ക് റിസോർട്ടിൽ താമസിക്കാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. റിസോർട്ടുകളൊന്നും ഞാൻ പരിചയപ്പെടുത്തുന്നില്ല. ഇവിടെ അങ്ങനെയുള്ള സെറ്റപ്പുകളൊക്കെ ഉണ്ട്. നല്ല ഫുഡ്, ഹോംലി ഫുഡുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ കുറേ നാടൻ ചെറിയ ചെറിയ കടകളൊക്കെ ഉണ്ട്. ഈ പ്രകൃതി മനോഹരമായ കാഴ്ചകളൊക്കെ ആസ്വദിച്ചുകൊണ്ട് നമുക്കൊരു ചായയും ഒരു കടിയും ഒരു സുലൈമാനിയൊക്കെ കുടിക്കാമെന്ന് പറഞ്ഞാൽ വളരെ വളരെ മികച്ചതാണ്. അപ്പോൾ ഞാൻ ആദ്യം നിന്നത് ഇവിടെയാണ്. എനിക്കൊരു കാറ് കിട്ടി. ഞാൻ വരാപ്പുഴ വന്നപ്പോൾ വരാപ്പുഴയിൽ നിന്നാണ് എനിക്ക് ഇങ്ങോട്ടത്തേക്ക് വണ്ടി കിട്ടിയത്. അപ്പോൾ ഇങ്ങോട്ടൊക്കെ വരാൻ താല്പര്യമുള്ളവർക്ക് നിങ്ങൾക്ക് കറക്റ്റായിട്ട് വരാപ്പുഴ ബസ് കയറി വരാവുന്നതാണ്. വരാപ്പുഴ ജംഗ്ഷനിൽ നിന്ന് പിന്നെ കടമക്കുടി പരവൂരൊക്കെ പോകുന്ന വണ്ടികൾ കിട്ടും. അങ്ങനെയും വരാം. ഞാൻ 1-2 ബസ്സുകൾ കയറിയിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അതിനെക്കൊണ്ട് കുറച്ച് താമസിച്ചു. കറക്റ്റായിട്ട് നമ്മൾ വരാപ്പുഴ നോക്കിയാൽ മതി. വരാപ്പുഴ ബസ്സിൽ നിന്ന് വരാപ്പുഴ വന്നിറങ്ങി അവിടെ നിന്ന് വെറും 4-5 കിലോമീറ്റർ മാത്രമാണ് ഈ ഒരു കടമക്കുടിയിലേക്കുള്ളത്. ഇവിടെ മെയിനായിട്ടുള്ള ഒരു സ്പോട്ടിലേക്കാണ് ഇനി ഞാൻ പോകുന്നത്. നമ്മളെ ചേട്ടൻ കുറേ നേരം കൊണ്ട് ചൂണ്ടയൊക്കെ ഇട്ട് നിൽക്കുകയാണ്. വല്ല കിട്ടിയോന്ന് അറിയത്തില്ല. ചേട്ടൻ എന്തെങ്കിലും കിട്ടിയോ? ഒന്നും കിട്ടിയില്ല. എത്ര നേരം നിൽക്കും തന്നെ? ഇന്നത്തെ ദിവസം കൊള്ളത്തില്ല അല്ലേ? കുറച്ചുകൂടെ പൊങ്ങണം അല്ലേ? എപ്പോഴാണ് വന്നത്? ഓക്കെ, ഞാൻ അങ്ങോട്ടൊക്കെ ഒന്ന് കറങ്ങട്ടെ. ഓക്കെ. ആ ചേട്ടന് മീനൊന്നും കിട്ടിയില്ലെന്ന് പറയുന്നത് കേട്ടോ. ഇന്ന് വെള്ളം കയറുന്നത് വളരെ കുറവാണ്. ഈ വേലിയേറ്റമാണല്ലോ ഇതിൻ്റെ പ്രധാന സംഭവം. അപ്പോൾ വൈകുന്നേരം വേലിയേറ്റം ഉണ്ടാകുമ്പോഴേ നല്ല രീതിയിൽ മീൻ പിടിക്കാൻ പറ്റുന്നതെന്നാണ് പറയുന്നത്. അത് ഇങ്ങോട്ടൊക്കെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്.
കാടാണ്. എന്നാലും ഒന്ന് കയറി നോക്കിയിട്ട് പോവാം ജസ്റ്റ്. ഞാനിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് വ്യൂ പോയിൻ്റ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ്. വ്യൂ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ എല്ലാം ഒരേ കണക്ക് തന്നെ, എന്നാലും മെയിനായിട്ടൊരു സ്ഥലം എന്ന് പറയുന്നത് അവിടെ കുറച്ച് കടകളൊക്കെ ഉണ്ട് എന്നാണ് പറയുന്നത്. അവിടെ ചായക്കടകളോ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അതും കൂടെ ഉള്ളത് കൊണ്ട് അവിടെ കൂടുതൽ ആൾക്കാർ സ്റ്റേ ചെയ്യും. റോഡിൻ്റെ വീതി എന്നൊക്കെ പറഞ്ഞത് ഇത്ര തന്നെ ഉള്ളൂ, ഭയങ്കര വീതിയൊന്നുമില്ല. പക്ഷേ ഒരു വല്ലാത്ത വൈബാണ്. എങ്ങോട്ട് നോക്കിയാലും കായലുകളാൽ ഇങ്ങനെ ചുറ്റപ്പെട്ട് കിടക്കുകയാണ്. അതുകൊണ്ട് ഇവിടെ ആയിട്ടൊക്കെ കുറേ കോളേജ് പിള്ളേരും സംഭവങ്ങളൊക്കെ ഉണ്ട്. ഒരുപാട് പേര് രഹസ്യമായിട്ട് കറങ്ങാൻ പറ്റുന്ന സ്ഥലമായിരിക്കും കേട്ടോ. ഇത് എല്ലാവർക്കും ഒന്നും പറഞ്ഞു കൊടുക്കില്ല, കാരണം നമ്മൾ ആ ഒരു സങ്കേതം ആരും കണ്ടുപിടിക്കരുതേ എന്നുള്ള ഒരു ഇതിലായിരിക്കും. അപ്പോൾ അതിനെ കണ്ട് പലരും രഹസ്യമായിട്ട് വയ്ക്കും. വളരെ നാച്ചുറൽ. ഇവിടെയെങ്കിലും അധികം ആൾക്കാരൊന്നും വരാത്തതുകൊണ്ടേ ഒരു മാന്യമായിട്ടുള്ളൊരു ഗ്ലാമറുണ്ട്. പക്ഷേ ഒരുപാട് ആൾക്കാർ വന്നു കഴിഞ്ഞാൽ ഇവിടെ പണിയാവും. കാരണം പ്ലാസ്റ്റിക്കുകളെ കളിയായിരിക്കും, മൊത്തം വേസ്റ്റുകളും വലിച്ചെറിഞ്ഞ് നശിപ്പിക്കും. ഞാൻ മുന്നോട്ട് നടന്നിങ്ങനെ വരുമ്പോൾ ഇവിടെ ആയിട്ടൊരു കള്ള് ഷോപ്പൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതും വേണമല്ലോ, അതും കൊള്ളാം. ഇവിടെ വരുന്നവർക്ക് അങ്ങനെ ഒരു എൻ്റർടൈൻമെൻറ്റും ഉണ്ട്. അപ്പോൾ ഇതുപോലുള്ള സ്ഥലത്തൊക്കെ വരുന്നവർക്ക് ഇങ്ങനെയുള്ള സംഭവങ്ങൾ വേണം. വ്യൂ പോയിൻ്റ് എന്ന് പറഞ്ഞല്ലോ, അതായത് കുറേ വണ്ടികളും സംഭവങ്ങളൊക്കെ കിടക്കുന്നുണ്ടോ, അതൊരു ഇതിൻ്റെ മെയിനായിട്ടുള്ളൊരു ഏരിയ ആണ്. അവിടെയായിട്ട് കുറേ വാഹനങ്ങൾ പാർക്ക് ചെയ്തിട്ടുണ്ട്. കറക്റ്റ് 7 മണിക്കാണ് ഇവിടെ നിന്ന് ഇനി ബസ് റിട്ടേണുള്ളത് കേട്ടോ. ഇതാ പോകുന്നു, KSRTC പോകുന്നുണ്ട്. ഇനി ഈ ബസ്സാണോ ഇവിടുത്തെ ലാസ്റ്റ് ബസ് എന്നറിയില്ല. അത് 7 മണിക്കാൻ കണ്ടയാണ് റിട്ടേൺ എന്ന് ഞാൻ കേട്ടു. അതായത് ഇതിൻ്റെ മുന്നിലായിട്ട് കുറച്ച് പ്രൈവറ്റ് സംഭവങ്ങളൊക്കെ കാണുന്നുണ്ട്. കുറച്ച് ആൾക്കാരൊക്കെ അങ്ങോട്ട് പോകുന്ന കാണാം. ഇവിടെ കയാക്കിംഗ് ആണ് നടക്കുന്നത് കേട്ടോ. 2-3 പിള്ളേരുണ്ട്. പിന്നെ അങ്ങോട്ടൊക്കെ വേണമെങ്കിൽ നടന്ന് പോവാം. ടൈം ഉണ്ടായിരുന്നെങ്കിൽ ജസ്റ്റ് അങ്ങോട്ടൊക്കെ പോകാമായിരുന്നു. അപ്പോൾ അങ്ങോട്ടൊന്നും ഞാൻ പോകുന്നില്ല. എന്തൊക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചതേ ഉള്ളൂ. അങ്ങനെയുള്ള ഒരു ചെറിയ കമ്പനി സെറ്റപ്പൊക്കെയാണ് കാണുന്നത്. അവിടെ കുറച്ച് ആൾക്കാരൊക്കെ അങ്ങോട്ട് പോകുന്നുണ്ട്. പിന്നെ അപ്പുറത്തായിട്ട് നമ്മുടെ ചീനവല കാണാം. ചീനവല അല്ല, അത് ചൈനീസ് എന്ന് പറയേണ്ടി വരും. ചൈനീസ് ചീനവല. ഈ വൈകിയ സമയത്തും ഒരുപാട് ആൾക്കാർ വിസിറ്റ് ചെയ്യുന്നുണ്ട്. കറക്റ്റ് ഒരു 4 മണിയായിരിക്കും ഇവിടെ ബെറ്റർ. വെയിലൊക്കെ താന്നിട്ടെ. ഇവിടെ ഒരു അമ്പലമോ കാവോ എന്തോ ഒരു സംഭവം കാണുന്നുണ്ട്. അതേപോലെ വഞ്ചി നിറച്ച് കുറേ ആൾക്കാർ ഇങ്ങോട്ട് തുഴഞ്ഞ് വരുന്നുണ്ട്. ഇതുപോലുള്ള കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ. അവിടെ എന്തോ മീൻ കച്ചവടമൊക്കെയാണെന്നാണ് തോന്നുന്നത്. ഇവിടെ പിന്നെ ഈ കാണുന്നതൊക്കെ സർക്കാരിൽ നിന്ന് ലേലത്തിലെടുത്തിട്ട് ഇതുപോലെ മത്സ്യകൃഷിയൊക്കെ ചെയ്യുന്ന സംഭവങ്ങളുണ്ട്. ഇത് പലരും പ്രൈവറ്റായിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം. ആ വഞ്ചിയിൽ വരുന്നവരൊക്കെ നമ്മൾ കൈ കാണിക്കുന്നുണ്ട് കേട്ടോ. ഇതാ ഇവിടെ ഇങ്ങനെ ഒരു ബോർഡ് കാണാം. കർഷക സംഘം കടമക്കുടി അറക്കത്തോട് 33 ഏക്കർ പൊക്കാളിപ്പാടം ചെമ്മീൻകെട്ട്. അതെ, 33 ഏക്കർ സംഭവങ്ങളുണ്ട് ഇവിടെ. അത് ഓരോ വർഷം അങ്ങനെ എടുത്ത് ചെയ്യുന്നതാണ്. ആർക്ക് വേണമെങ്കിലും എടുക്കാം. ഓരോ വർഷം അങ്ങനെ കഴിയുമ്പോൾ. ഓക്കെ, അപ്പോൾ ഇനി ഇവിടെ നിന്നിട്ട് സമയം കളയാനില്ല. നമ്മൾ ബസ്സിന് ടൈം ആയിക്കൊണ്ടിരിക്കുവാണ്. ബസ് തിരിഞ്ഞു പോയി. ആലുവയ്ക്കാണ് കേട്ടോ ബസ് പോകുന്നത്. വേറെ ബസ് ഉണ്ടാവാം. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ആ സ്പോട്ടെന്ന് പറയുന്നത്. ഇവിടെ ഒരുപാട് വാഹനങ്ങൾ കിടപ്പുണ്ട്. ഇവിടെ കുറച്ച് പാർക്കിൻ്റെ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചായക്കടകളൊക്കെ ഉണ്ട്. ഇങ്ങനെയുള്ള മീൻ മേടിക്കാനൊക്കെ പറ്റിയൊരു സംഭവം തന്നെ. ഈ റോഡിൻ്റെ ഇടത്തോട്ട് തിരിഞ്ഞ് പോയി കഴിഞ്ഞാൽ അവിടെയും ഒരുപാട് കടകളുണ്ട്. അവിടെ കടകളുടെ ഒരു കളിയാണ്. ഇതിൻ്റെ ലാസ്റ്റിലായിട്ട് അമ്പലം കാണാം. ആ അമ്പലമാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ഏരിയ. അവിടെയാണ് ബസ്സൊക്കെ പോയിട്ട് നിൽക്കുന്നത്. അവിടെ നിന്നാണ് ബസ് സ്റ്റാർട്ട് ചെയ്യുന്നതും എൻഡ് ചെയ്യുന്നതും. അപ്പോൾ ഇതിനകത്തൂടെ ഇങ്ങനെ KSRTC പോകുന്നത് ഭയങ്കര രസമായിരിക്കും. ഇത് 6:30 മണിക്ക് ഇതുവഴി ഒരു പ്രൈവറ്റ് ബസ് വരികയാണ് കേട്ടോ. ഇനി ഇതാണാവോ ലാസ്റ്റ് ബസ് എന്നറിയില്ല. അതാ പ്രൈവറ്റ് ബസ് ഉണ്ട്.
അതിൽ കൊടുത്തിരിക്കുന്ന സ്ഥലങ്ങളൊന്ന് വ്യക്തമായിട്ട് നോക്കാം. അപ്പോൾ ഇത് നേരെ അങ്ങ് അമ്പലത്തിൻ്റെ അങ്ങ് പോകുന്നത്. കടമക്കുടിയിൽ 2 സംഘർഷം നടക്കട്ടെ. 2 പേരും ഭയങ്കര ബഹളം. ഓഹോ ഓഹോ, ഇങ്ങനെ ഇരിക്കുന്ന ആൾക്കാർ ആ സൈഡിൽ കായലിൻ്റെ. ഇരുട്ടായിപ്പോയി, ഒരു രക്ഷയില്ല. ബ്ലാക്ക് ആയി കഴിഞ്ഞാൽ പിന്നെ ഇവിടുത്തെ സൗന്ദര്യത്തിന് മങ്ങലായിരിക്കും. മൊബൈലിൽ കാണാൻ പറ്റില്ല കേട്ടോ. നമ്മളെ ക്യാമറയ്ക്കൊക്കെ പിടിക്കുന്നതിന് ഒരു കണക്കുണ്ട്. പക്ഷേ ഈ ഒരു ടൈമിൽ നമുക്കിവിടെ നിൽക്കാനാണെന്നുണ്ടെങ്കിൽ എന്താണെന്നറിയാം, നല്ല തണുത്ത അടിപൊളി കാറ്റിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുക. അവിടെയൊക്കെ ആൾക്കാർ ഇരിക്കുന്നുണ്ടോ. അതിൻ്റെ പുറകിലായിട്ടൊരു ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ ആൾക്കാരങ്ങനെ വെയിറ്റ് ചെയ്യണം. ഇവിടെയൊക്കെ നല്ല തിരക്കുണ്ട് കേട്ടോ ഈ ഒരു ടൈമിൽ. ഇവിടെ അടുത്തൊക്കെ ഉള്ളവർക്ക് ഇവിടെ എന്തായാലും നല്ല രീതിയിൽ കറങ്ങിയൊക്കെ അടിച്ച് കുറേ നേരം എൻജോയ്മെൻറ്റ് ചെയ്യാനുള്ള സംഭവമുണ്ട് ഇവിടെ. പോകണ്ട, ഇനിയിപ്പോൾ അവധിയൊക്കെ ആണല്ലോ, സ്കൂളൊക്കെ അവധി അതിനെ കൊണ്ട് വിഷയങ്ങളില്ല. കുറേ നേരമൊക്കെ ഇവിടെ കറങ്ങി നടന്നിട്ട് പോയാൽ മതി. നമ്മളെ പഴയ ഒരു അംബാസിഡർ കാർ തൊഴി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു ലുക്ക് വേറെ തന്നെയാണ് കേട്ടോ. ഇവിടെ നോക്കിക്കോളൂ. അപ്പോൾ നമുക്കിനി ടൈമില്ല. ഇപ്പോൾ പോയ പ്രൈവറ്റ് ബസ് ഉടനെ തിരിച്ചു വരും. അതാണ് ലാസ്റ്റ് ബസ്. അത് പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇവിടെ നിന്ന് വരാപ്പുഴ വരെ നടക്കേണ്ടി വരും, അല്ലെങ്കിൽ ഏതെങ്കിലും വണ്ടിയിൽ ലിഫ്റ്റ് അടിച്ച് പോകേണ്ടതായിട്ട് വരും. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ലല്ലോ. ഇനി അങ്ങോട്ട് പോയാൽ ഒരുപാടുണ്ട് നടക്കാൻ. ഇനി ഒരു 2 കിലോമീറ്റർ നടന്നാലും തീരാത്ത അത്രയും സംഭവങ്ങളുണ്ട് കേട്ടോ. ഒരുപാട് ആൾക്കാർ അങ്ങനെ ലാസ്റ്റൊക്കെ നിൽക്കുന്നുണ്ട്. പിന്നെ അങ്ങോട്ട് പോകേണ്ട കാര്യമില്ല, ഇതൊക്കെ തന്നെയാണ്, ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ ഇതുപോലുള്ള കടകൾ ഇഷ്ടം പോലെ ഉണ്ട്. അങ്ങ് അറ്റം വരെ ഈ ഇട സൈഡ് ചേർന്ന് നിറഞ്ഞിരിക്കുകയാണ്. ഈ കായലിൻ്റെ ഫ്രണ്ടിൽ വിശാലമായിട്ടിരിക്കാം. കൂടെ കുറേ ഡോഗുകളും സംഭവങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് പോകാനുള്ള ബസ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ പരിപാടി നിർത്താണ്. ഇനി വേറെ ദിവസം വന്ന് ബാക്കി ഷൂട്ട് ചെയ്യാൻ വിചാരിക്കുന്നതിന്. കാരണം ഈ ബസ് പോയി കഴിഞ്ഞാൽ പിന്നെ വേറെ വണ്ടിയില്ല. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ. നെക്സ്റ്റ് ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണാം.